തന്നയിൽ കാണിച്ച മാതിരി കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബ്രീഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസ്. കോമണ്ടോർ. നിങ്ങളൊരു പക്ഷേ ഇങ്ങനൊരു പേര് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ വേൾഡ്സ് മോസ്റ്റ് റെക്കഗ്നൈസബിൾ ബ്രീഡാണ് കോമണ്ടോർ. ശരിയാണ്, ഒരു പ്രാവശ്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നായേനെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. മോപ്പ് ഡോഗ് എന്നാണ് ഈ നായയുടെ മറ്റൊരു പേര്. ശരിക്കും നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന മോപ്പ് മാതിരി ഉണ്ടല്ലേ ഈ നായ. ഈ ബ്രീഡ് ശരിക്കും ഒരു ഹംഗേറിയൻ ഷെപ്പേർഡ് ഡോഗ് ആണ്. ഇതൊരു നാഷണൽ ട്രഷർ ബ്രീഡായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബ്രീഡിൽ യാതൊരു രീതിയിലുള്ള മോഡിഫിക്കേഷൻസും വരുത്താൻ അവർ സമ്മതിക്കാറില്ല. നോർമലി തന്നെ ഇവരുടെ ഈ രോമമൊക്കെ മാറ്റഡ് ആയിട്ടാണ് ഉണ്ടാവുക. മാറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, ഇതിന് കോഡ്സ് എന്നാണ് പറയുന്നത്. ഇത് ഇവരുടെ ഒരു ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നോർമലി മാറ്റഡ് ഹെയർ ഉണ്ടാവുക അധികം ശ്രദ്ധയൊന്നും കൊടുക്കാത്ത ഹാരി ബ്രീഡ്സ് ഓഫ് ഡോഗ്സിലും കാറ്റ്സിലുമാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇത് അവരുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യും. അതായത് ഇതിൻ്റെ വെയിറ്റ് കാരണം സ്കിന്ന് തൂങ്ങിപ്പോയും അത് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആവുകയും ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഫൈനലി നമ്മൾ ഗ്രൂം ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുക. ഇവരുടെ ഈ കോഡ്സ് എന്ന് പറഞ്ഞത് ഇവരുടെ സ്കിന്നിനെ യാതൊരു രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യില്ല. ഇവരുടെ രോമം മാറ്റഡ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഗ്രൂമിങ് ചെയ്യാത്തതുകൊണ്ടല്ല. പക്ഷെ നിങ്ങൾ ഊഹിച്ച് കാണും, ഹെവി ഗ്രൂമിങ് ആവശ്യമുള്ളൊരു ബ്രീഡാണ് കോമണ്ടോർ. ചൗ ചൗ, ചൈനക്കാരുടെ സ്വന്തം ചൗ ചൗ. ഏറ്റവും ക്യൂട്ടസ്റ്റ് പപ്പീസ് എന്നാണ് ചൗ ചൗവിൻ്റെ പപ്പികളെ പറയാറ്. ഒരു വാക്കിംഗ് ടെഡി ബെയർ ആയിട്ടാണ് അധികം പേരും ചൗ ചൗവിനെ കാണാറ്. സിംഹത്തിൻ്റെയും കരടിയുടെയും പോലെയൊക്കെയാണ് ഈ ബ്രീഡ് ഇരിക്കുന്നത്. പക്ഷെ ഇവർക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവരുടെ നാവിന് നീല കളറാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നായകളാണ് വെച്ചാലും ചെറുപ്പത്തിൽ തന്നെ സോഷ്യലൈസ് ചെയ്തിട്ടില്ല വെച്ചാൽ പണി കിട്ടാൻ സാധ്യതയുള്ളൊരു ബ്രീഡാണ് ചൗ ചൗ. ഒരു കാറ്റ് ലൈക്ക് ഡോഗ് ആണ് ചൗ ചൗ എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ക്ലീനായിട്ട് അവരുടെ ശരീരം സൂക്ഷിക്കുന്നവരാണ് ചൗ ചൗ. ഷാർപെയ്. ഗാർണിയറിൻ്റെ ഒരു പഴയ പരസ്യമുണ്ട്, നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അതിൽ ഉപയോഗിച്ചിട്ടുള്ള നായയാണ് ഷാർപെയ്. ഇവരും ചൈനക്കാരാണ്. ഇവരുടെ ലൂസ് സ്കിന്ന് റിങ്കിൾസ് ആയിട്ട് കിടക്കുന്നതാണ് ഇവരുടെ ഭംഗി. ഡോഗ് ഫൈറ്റിന് ഉപയോഗിക്കുന്ന നായകളായതുകൊണ്ട് ഈ ലൂസ് സ്കിൻസ് അവരെ സഹായിച്ചിരുന്നത് ഈ കടി കിട്ടിയാലും അത് താഴ്ന്ന ശരീരത്തിൽ ഏൽക്കാണ്ടിയാണ്. പപ്പീസിനെ ആയിരിക്കും ഈ റിങ്കിൾസ് കൂടുതൽ ഉണ്ടാവുക. മറ്റൊരു ഫണ്ണി ട്രിവിയ എന്താണെന്ന് വെച്ചാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഏറ്റവും റയറസ്റ്റ് ബ്രീഡായിട്ട് വന്നിട്ടുള്ള ഒരു ബ്രീഡാണ് ഷാർപെയ്. 60 നായകൾ ഏറ്റവുമാണ് ആ സമയത്ത് ഈ ബ്രീഡിന് കീഴിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചാൽ ഇത് വന്നോടുകൂടിയിട്ട് ആൾക്കാർ ഗിന്നസ് റെക്കോർഡിൽ വന്ന നായയാണ് എന്നുള്ള രീതിയിൽ ഈ ബ്രീഡ് വാങ്ങിക്കാനും തുടങ്ങി. അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ളൊരു ബ്രീഡാണ് ഷാർപെയ്. ഷിബ ഇനു കോയിൻസ് മാത്രമല്ല ഒരു ബ്രീഡ് ഓഫ് ഡോഗും ഉണ്ട്. ഷിബ ഇനു ഒരു ജാപ്പനീസ് ഡോഗാണ്. ട്രെൻഡിങ് ആയിട്ടുള്ള ഷിബ ഇനു ഡോഗേമിയും കാരണമാണ് ഈ ഷിബ ഇനു കോയിൻസിന് ഈ പേരിടാൻ കാരണം. ഇവർ സ്മൈലിംഗ് ഡോഗ്സ് ആണ്. ഇവരുടെ ഗ്രിൻ എന്ന് പറയുന്ന ഒരു ചിരിയാണ് ഇവർക്ക് ഈ പേര് കൊടുത്തത്. വലിയ കവിളുകൾ ഉള്ളതുകൊണ്ട് ജപ്പാൻകാർ ഇതിനെ മോച്ചി ചീക്സ് എന്നാണ് പറയുക. കണ്ണുകൾ അടങ്ങി പോയി ചെവിയൊക്കെ പിന്നോട്ടാക്കിയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടാണ് ഇവർ ചിരിക്കുക. ഈ ചിരിയാണ് ഏറ്റവും ക്യൂട്ടസ്റ്റ് ആൻഡ് ഹാപ്പിയസ്റ്റ് ഇൻ ദ ആനിമൽ വേൾഡ് എന്നാണ് പറയുന്നത്. ബാസൻജി. നായ കുറയ്ക്കുന്നതാണോ നിങ്ങൾക്കൊരു പ്രശ്നം? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ബ്രീഡാണ് ബാസൻജി. കാരണം ഇവർ ബാർക്ക്ലെസ് ഡോഗ്സ് ആണ്. റുബൂക്കു എന്ന് പറഞ്ഞൊരു ബാസൻജി അഗ്നിദേവന്റെ അനുവാദം ഇല്ലാണ്ട് അഗ്നി എടുത്ത് മനുഷ്യർക്ക് കൊടുത്തുകൊണ്ട് അഗ്നിദേവൻ ശപിച്ചതാണ് എന്നാണ് ആഫ്രിക്കക്കാരുടെ വിശ്വാസം. ബാർക്ക് ചെയ്യില്ല എന്നുള്ളൂ, ഭയങ്കര വോക്കലാണ് ഈ നായകൾ. ആക്ച്വലി ഇവരുടെ ലാറിങ്സിന്റെ പ്രത്യേകത കാരണമാണ് ഇവർക്ക് കുറയ്ക്കാൻ പറ്റാത്തത്. നിങ്ങൾക്ക് ഈ നായനെ പക്ഷെ എവിടെയും കണ്ട് പരിചയം തോന്നുന്നുണ്ടോ? ഈ മമ്മി മൂവീസിലൊക്കെ കാണുന്ന ഹൈറോഗ്ലിഫിക്സിലും ഡോഗ് മമ്മീസും ഒക്കെ അധികവും ബാസൻജി ഡോഗ്സിൻ്റെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇതൊരു ഏൻഷ്യൻ ബ്രീഡ് ഓഫ് ഡോഗാണ്. ഈജിപ്ഷ്യൻ ഡെത്ത് ഗോഡ് ആയിട്ടുള്ള അനുബിസ്, ഈ ക്യാരക്ടറിനെ നമ്മൾ ഒരുപാട് മമ്മി സിനിമകളിലൊക്കെ കാണാറുള്ളതാണ്. ഹാഫ് ഹ്യൂമനും ഹാഫ് ബാസൻജിയുമാണ്. നിങ്ങൾക്ക് ഈ ബ്രീഡുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രീഡിന് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.